നമസ്കാരം. ദേവീക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ദേവി എന്നാൽ ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം വ്യക്തമാകും. ഭുവനേശ്വരി എന്നും ജഗദംബിക എന്നുമൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. ഭുവനത്തിൻ്റെ മുഴുവൻ ഈശ്വരി, ഈ കാണുന്ന ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരിയാണ് ഭുവനേശ്വരി. ജഗദംബിക, ജഗത്തിൻ്റെ, അത് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മ എന്നുള്ള സങ്കല്പത്തിലാണ് ജഗദംബിക എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ദേവീ സങ്കല്പത്തിൻ്റെ അതിബൃഹത്തായ ഒരു തലമാണ് ഇവിടെ പറയുന്നത്. നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് അതിനെ ഒന്ന് ചുരുക്കി പറയാം. നമ്മൾക്ക് ചുറ്റുപാടുമുള്ള പ്രകൃതിയാണ് ദേവി. നമ്മളുടെ കുടുംബ പരദേവത സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു ദേവീ ക്ഷേത്രത്തിലോ നമ്മൾ വെള്ളിയാഴ്ച തോറുമോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച തോറുമോ ഒക്കെ പോകുന്നു, വഴിപാടുകൾ നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയാണ് പതിവ്. എന്തുകൊണ്ട് നമ്മൾ എല്ലാ ആഴ്ചയും ഒരു കൃത്യ ദിവസം അല്ലെങ്കിൽ എന്നും എന്നതുപോലെ ഈ ദേവീക്ഷേത്രങ്ങളിൽ പോകുന്നു? ആ എന്നും ദർശനം നടത്തുന്നതിൻ്റെയും കൃത്യമായ ഒരു ഇടവേളയിൽ ദർശനം നടത്തുന്നതിൻ്റെയും പ്രത്യേകത, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചുറ്റും, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒരു എക്കോസിസ്റ്റമുണ്ട്. നമ്മൾ എവിടെ ജീവിച്ചാലും നമ്മളുമായി നിരന്തരം ഇൻ്ററാക്റ്റ് ചെയ്യുകയും നമ്മളുടെ ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളെയും ഓരോ നിമിഷങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതി അവിടെയുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ സ്വാധീനങ്ങളും സ്പന്ദനങ്ങളും നമ്മുടെ ഓരോ ചിന്തയിലും പ്രവൃത്തിയിലും അനുഭവങ്ങളിലും വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ പെരുന്നയിൽ കഴിഞ്ഞുകൂടുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ചുറ്റും ഒരു നിശ്ചിത പരിധിക്കുള്ളിലുള്ള ഒരു പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയുടെ സ്പന്ദനങ്ങളും അതിൻ്റെ തുടിതാളങ്ങളും അതിൽ നിന്ന് പുറമേക്ക് വമിക്കുന്ന തരംഗങ്ങളുമെല്ലാം തന്നെ എൻ്റെ മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലുമൊക്കെ ഒരു പ്രത്യേക സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പറയാം. എൻ്റെയല്ല, ഇവിടെ താമസിക്കുന്ന എല്ലാവരുടെയും. അങ്ങനെ നമുക്ക് ചുറ്റും നിലകൊള്ളുന്ന പ്രകൃതിയുടെ ഒരു മൂർത്തി ആവിഷ്കാരമാണ് അവിടെയുള്ള ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു ദേശത്തെ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ആ ദേശത്ത് ചൂഴ്ന്നു നിൽക്കുന്ന, ആ ദേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ ഒരു പ്രത്യേക ആവിർഭാവ കേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ ആ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആ പ്രകൃതിയുടെ തുടിതാളങ്ങളോട്, ആ പ്രകൃതിയുടെ സ്പന്ദനങ്ങളോട് പരിപൂർണമായിട്ട് ലയിച്ചു ചേർന്ന് തന്മയീഭാവം പ്രാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട് ലയിച്ചു ചേരുകയും തന്മയത്വം പ്രാപിക്കാൻ നമ്മൾക്ക് സാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളെല്ലാം തനിയെ നടക്കുകയും പുറം ലോകവുമായിട്ടുള്ള നമ്മളുടെ എല്ലാവിധ ഇടപെടലുകളിലും പൂർണ്ണത ഉണ്ടാകുകയും അതെല്ലാം വളരെ ഫലപ്രദമായി തീരുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ ലക്ഷ്യവും കാര്യവും ഏറെക്കുറെ പരിപൂർണമായ നല്ല നിലയിൽ നടക്കുകയും ചെയ്യുന്നു. അതാണ് ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിൻ്റെ പ്രാധാന്യം. അതാണ് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട് തന്മയീഭാവം പ്രാപിക്കാനുള്ള ഏറ്റവും ഉത്തമമായ വഴിയാണ് നമ്മുടെ ചുറ്റുമുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന്. പരവേശം പിടിച്ച് ഓടി അങ്ങോട്ട് ചെന്ന് 5-8 തവണ ഓട്ടപ്രദക്ഷിണം വെച്ച് കുറേ വഴിപാടുമൊക്കെ നടത്തി പരവേശം പിടിച്ച് തിരിച്ചു പോരലല്ല ഈ ദർശനം എന്ന് പറയുന്നത്. നമ്മൾ സമയമെടുത്ത് ചെയ്യണം. രാവിലെ ആയാലും വൈകിട്ടായാലും സാവധാനം നടന്ന്, അല്ലെങ്കിൽ അത്യാവശ്യം വാഹനത്തിൽ പോകേണ്ട ദൂരമുണ്ടെങ്കിൽ അങ്ങനെ പോവുക. കുളിച്ച് നല്ല നീറ്റായിട്ട് പോകണം. അവിടെ ചെന്ന് ക്രമമനുസരിച്ച് ദേവി, ഉപദേവതാ ഗണങ്ങൾ
ഇവരെയൊക്കെ കണ്ട് ദർശനം നടത്തുക. പരവേശം പിടിച്ച് നമ്മുടെ കുറേ ആവലാതികൾ ഇങ്ങനെ കെട്ടഴിച്ചു വിടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിയായിരിക്കുന്ന ആ ജഗദംബികയെ മനസ്സുകൊണ്ടൊന്ന് ഭാവന ചെയ്ത് നമ്മളുടെ എല്ലാം അവിടത്തേക്കായി സമർപ്പിക്കുന്നു എന്ന് സങ്കൽപ്പിച്ച് ഭക്തിപൂർവം വണങ്ങി ഓരോ നടയിലും ദർശനം നടത്തി തിരികെ വീണ്ടും പ്രധാന ദേവതയുടെ മുമ്പിലെത്തി നമ്മളുടെ ജീവിതത്തിലെ എല്ലാം അവിടുത്തെ കാൽക്കൽ സമർപ്പിച്ചു കൊള്ളുന്നു എന്ന് വിനയപൂർവം ഒരു പ്രാർത്ഥന ചെയ്ത് ആ ക്ഷേത്ര പരിധിക്കകത്ത് ഏതെങ്കിലും വൃക്ഷച്ചുവട്ടിലോ അതുപോലുള്ള ആൽമര ചുവട്ടിലോ അങ്ങനെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് കാറ്റ് കൊണ്ടൊരല്പനേരം ഇരിക്കുക. ബാക്കിയുള്ള എല്ലാ ചിന്തകളും വിട്ട് നമ്മുടെ സാക്ഷാൽ മൂലപ്രകൃതിയായിരിക്കുന്ന പരാശക്തിയെ തന്നെ, അതിൻ്റെ മഹിമയെ തന്നെ ചിന്തിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് മനസ്സിന് ശാന്തത വരുത്തിയതിന് ശേഷം വേണം തിരിച്ചു പോരാൻ. ഇങ്ങനെയുള്ള ദേവീ ദർശനം നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിപൂർണമായ ഒരു പരിഹാരമാണ്. നമസ്കാരം.